നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണോ? അല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ തെറികൾ അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് കമൻറ്റ്സ് എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണോ? തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഫേസ്ബുക്കിലുണ്ട്. അതെന്താണ് എന്ന് പരിചയപ്പെടുന്ന ഒരു ചെറിയ വീഡിയോ. ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. ആദ്യമായിട്ട് എൻ്റെ ഫോളോവേഴ്സിന് എന്നെ അറിയാൻ ചാൻസ് ഉണ്ട്. അല്ലാത്തവർക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ എൻ്റെ പേര് ഷാക്കിർ എന്നാണ്. മലൂർ ട്രാവലർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഞാൻ യൂട്യൂബിന് വേണ്ടി വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. യൂട്യൂബിൽ എനിക്ക് ഏകദേശം 16 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട്. അതുപോലെ യൂട്യൂബ് പോലെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്. മലൂർ ട്രാവലർ എന്ന പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്. അതിലെനിക്ക് ഏകദേശം ഒരു 6 ലക്ഷത്തോളം അതിലെനിക്ക് ഫോളോവേഴ്സ് ഉണ്ട്. അതുപോലെ എനിക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഫേസ്ബുക്ക് പേജും മല്ലു ട്രാവലർ എന്ന് തന്നെയാണ്. ഫേസ്ബുക്ക് പേജിന് എനിക്ക് ഏകദേശം ഒരു 5.5 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട്. അപ്പം മൂന്ന് പർപ്പസാണ്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഈ 3 സോഷ്യൽ മീഡിയ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, കാരണം ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ വഴിയുള്ള വരുമാനമാണ് എൻ്റെ പ്രധാന വരുമാനം. സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക, അതുവഴി വരുന്ന ഇപ്പം ഫേസ്ബുക്കിൽ നിന്ന് റവന്യൂ വരുന്നുണ്ട്, യൂട്യൂബിൽ നിന്ന് റവന്യൂ വരുന്നുണ്ട്. ഇതുപോലുള്ള റവന്യൂസ് കൂടാതെ പ്രൊമോഷൻ വർക്കുകൾ, ഇതൊക്കെയാണ് എൻ്റെ വരുമാനം. അപ്പം ഫുൾ ടൈം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ പറ്റി നമ്മൾ ശരിക്കും പഠിക്കും. കാരണം നമ്മുടെ ജോലിയാണല്ലോ, നമ്മുടെ ചോറാണല്ലോ. അപ്പോൾ അങ്ങനെ പഠിച്ചപ്പം ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ അതാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറ്. എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും. ട്രാവൽ റിലേറ്റഡ് വീഡിയോസാണ് അധികം ചെയ്യാറ്. നാട്ടിലുള്ള സമയത്ത് ഇപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് വണ്ടിയുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ യാത്ര വീഡിയോസ് ആയിരിക്കും. അപ്പം ഒരു ദിവസം രാവിലെ 10 മണിക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിത്തിൻ 24 അവേഴ്സിനുള്ളിൽ കുറഞ്ഞൊരു 3 ലക്ഷം 4 ലക്ഷം ആൾക്കാരൊക്കെ എന്തായാലും കാണും. അത് എന്തായാലും ഒരു 3 ലക്ഷം ആൾക്കാർ എന്തായാലും ആ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കാണും. 3 മുതൽ 10 ലക്ഷത്തിന് മുകളിലൊക്കെ എനിക്ക് വ്യൂവേഴ്സ് യൂട്യൂബിൽ പോകും. അപ്പോൾ യൂട്യൂബിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ യൂട്യൂബ് ഫാമിലി ആയിട്ടാണ് അധികം ആൾക്കാർ കാണുന്നത്. ഈ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ആൾക്കാർ ഫാമിലി ആയിട്ടൊക്കെയാണ് അധികം യൂട്യൂബ് കാണുക. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കും. എല്ലാവരും വളരെ മാന്യമായിട്ടായിരിക്കും പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ കമൻറ്റ് ബോക്സ് ആയിക്കോട്ടെ, സ്ഥിരമായിട്ട് യൂട്യൂബ് നമ്മൾ ഓപ്പൺ ആക്കുന്നത് തന്നെ വീഡിയോസ് കാണാൻ വേണ്ടി മാത്രമാണ്. ഫേസ്ബുക്ക് അങ്ങനെയല്ല, ഫേസ്ബുക്ക് വേറെയാണ്. അപ്പം വീഡിയോസ് കാണാൻ വേണ്ടി മാത്രം ഓപ്പൺ ആക്കുന്ന ആൾക്കാരുടെ മൈൻഡിൽ അവർ ഫ്രീ ടൈമിൽ അവർക്ക് റിലാക്സ് ആവാൻ ഒരു സംഭവം അതാണ് യൂട്യൂബിലെ വീഡിയോസ്. അപ്പോൾ അവർ ഭയങ്കര കൂളായിട്ട് ഹാപ്പി ആയിട്ടിരുന്ന വീഡിയോസ് കണ്ട് അതിനുള്ള നല്ല നല്ല റെസ്പോൺസൊക്കെ കമൻറ്റ് ബോക്സിൽ തരും. ഇപ്പം നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിലും അഫ്കോഴ്സ് അവർ പറയും. പിന്നെ ചുരുക്കം 100 ഏകദേശം 1% ആൾക്കാർ മാത്രമേ നെഗറ്റീവ് കമൻറ്റ്സ് യൂട്യൂബിൽ ഇടാറുള്ളൂ. അതും അവരുടെ മൂഡ് അനുസരിച്ചിരിക്കും. പക്ഷേ ഞങ്ങളത് മൈൻഡ് ചെയ്യാറില്ല. പിന്നെ വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ ഈ 10 മണിക്ക് ഞാൻ യൂട്യൂബിലിട്ട വീഡിയോ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം 10 മണിക്ക് ഫേസ്ബുക്കിലിടും. ഇന്ന് രാവിലെ 10 മണിക്ക് ഇട്ട വീഡിയോ ഞാൻ എന്ത് ചെയ്യും, ഈ ഇത്രയും ആൾക്കാർ 3-4 ലക്ഷം ആൾക്കാർ കണ്ടതിന് ശേഷം ഇതേ വീഡിയോ കൊണ്ടുപോയി എൻ്റെ ഫേസ്ബുക്ക് പേജിലിടും. കാരണം ഫേസ്ബുക്കിൽ എനിക്ക് റവന്യൂ വരുന്നുണ്ട്. അവിടെയാണ് വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. യൂട്യൂബിൽ ഒരു 5000 കമൻറ്റിൽ ചിലപ്പം 4-5 കമൻറ്റ്സ് മാത്രമേ നെഗറ്റീവ് വരുള്ളൂ. ബാക്കി 4900 കമൻറ്റ്സ് ഞങ്ങൾക്ക് പോസിറ്റീവ് വരുന്നത്. പക്ഷേ സെയിം വീഡിയോ ഫേസ്ബുക്കിൽ കയറുമ്പം അവിടെ കംപ്ലീറ്റ് നെഗറ്റീവാണ്. അവിടെ ഒരു 500 കമൻറ്റ്സ് വരുന്നുണ്ടെങ്കിൽ 500-ൽ 400 നെഗറ്റീവാണ്. തെറികൾ മാത്രം അല്ലെങ്കിൽ കളിയാക്കുന്ന തരത്തിൽ നമ്മുടെ മെൻ്റലി നമ്മളെ ഡൗൺ ആക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളാണ് വരുന്നത്. നിനക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിർത്തിയിട്ട് പോടാ. മീൻസ് നമ്മളെ എൻകറേജ് ചെയ്യുന്നതിന് പകരം നമ്മളെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവണത എന്ന പോലെയാണ് ഫേസ്ബുക്കിൽ തെറികൾ വരുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഞങ്ങൾ ശരിക്കും പഠിച്ചപ്പോൾ മനസ്സിലായത് ഇതിലൊരു പ്ലാറ്റ്ഫോം കൂടിയുണ്ട്, ഇൻസ്റ്റഗ്രാം. ഇൻസ്റ്റയിൽ 0 കമൻറ്റ്സ് ആണ്, 0 നെഗറ്റീവ് കമൻറ്റ്സ് ആണ് ഇൻസ്റ്റയിലുള്ളത്. അപ്പം അതിനെപ്പറ്റി പഠിച്ചപ്പോൾ മനസ്സിലായത് ഫേസ്ബുക്ക് എന്നുള്ളത് കേരളത്തിൽ പണ്ട് മുതലേ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അത് അന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അധികം. 10-15 വർഷമൊക്കെ ആയിട്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും. ഞാൻ 2010 ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണ് ഞാൻ എൻ്റെ FB അക്കൗണ്ട് കൊണ്ട് ആദ്യമായിട്ട് ഓപ്പൺ ആക്കിയത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലാണ് 10 വർഷത്തിന് മുകളിൽ. അപ്പം അന്നുള്ള ആൾക്കാർ തന്നെ ഇന്നുള്ളത്. അപ്പം ഒരു വ്യത്യാസം, ഫേസ്ബുക്ക് അധികം ഉപയോഗിക്കുന്നത് മിഡിൽ ഏജ്ഡ് ആൾക്കാരാണ്. ഒരു 35 വയസ്സിന് മുകളിലുള്ള 30 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് അധികം ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്. ഇവർ ഫോട്ടോ കാണുക എന്നതല്ല, കമൻറ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ ബ്രെയിൻ അവിടെ നമുക്ക് തരുന്നൊരു പണി. നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടാൽ, ഒരു ഫോട്ടോ കണ്ടാൽ, ഒരു വീഡിയോ കണ്ടാൽ അതിന് കമൻറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ബ്രെയിൻ നമുക്ക് ഫേസ്ബുക്കിൽ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കമൻറ്റ് ചെയ്യും. നമ്മുടെ മൂഡ് അനുസരിച്ചിട്ട് നമ്മൾ തെറി കമൻറ്റുകൾ കൊടുക്കും, നല്ല കമൻറ്റ് കൊടുക്കും, അല്ലെങ്കിൽ മോശം കമൻറ്റ് ആയിക്കോട്ടെ, വളരെ വളരെ വൃത്തിയായിട്ട രീതിയിൽ കമൻറ്റുകൾ ചെയ്യും. ഇത് ഫേസ്ബുക്കിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ശരിക്കും ചിന്തിക്കണം കേട്ടോ, നമ്മൾ ഈ ഫേസ്ബുക്കിൽ ചിലവഴിക്കുന്ന സമയം നമ്മൾ എന്താ ചെയ്യുന്നത്. അതിൽ വേറൊരു കളി എന്താ വെച്ചാൽ, ഇപ്പം എൻ്റെ മൊബൈലാണ്, ഞാനിതിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കാറില്ല.
ഞാൻ ഫേസ്ബുക്ക് ആപ്പ് ഒഴിവാക്കിയിട്ട് കുറേ കാലമായി. കാരണം ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോൾ തന്നെ കംപ്ലീറ്റ് നെഗറ്റീവ് ആൻസർ, പൊളിറ്റിക്കലി അല്ലെങ്കിൽ റിലീജിയസ്, മതപരമായത്, രാഷ്ട്രീയപരമായത്, അതല്ലെങ്കിൽ ഇപ്പം എൻ്റെ സ്വന്തം പേജിൽ തന്നെ ഒരുപാട് ആൾക്കാർ, ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ബോക്സിൽ എന്നെ തെറി പറയുന്നുണ്ട്. പക്ഷേ വലിയൊരു കോമഡി എന്ന് വെച്ചാൽ ഞാനതൊന്നും കാണുന്നില്ല. ഈ പറഞ്ഞത് എൻ്റെ മാത്രം കഥയല്ല. ഫേസ്ബുക്കിൽ എന്നെപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഫേസ്ബുക്ക് പേജിൽ ഒരുപാട് ആൾക്കാരുണ്ട്. മതപരമായ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുണ്ടാവും, അതല്ലെങ്കിൽ സ്പോർട്സ് പരമായിട്ടുണ്ടാവും, ഫിലിം ഇൻഡസ്ട്രിയിലെ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ട്രാവൽ വ്ളോഗേഴ്സ് ഉണ്ടാവും. അപ്പം ഒരുപാട് ആൾക്കാരുടെ ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഫേസ്ബുക്ക് പേജിൽ അവരുടെ വീഡിയോസും ഫോട്ടോസൊക്കെ അപ്ലോഡ്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ നേതാവ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിൽ എന്ത് ചെയ്യും? പോസ്റ്റുകളും വീഡിയോസൊക്കെ ഷെയർ ചെയ്യും. നിങ്ങൾ കാണാറുണ്ടോ? തെറ്റാണ്, അല്ലെങ്കിൽ അവർക്ക് തെറി കേൾക്കും എന്ന് അറിഞ്ഞിട്ടും അവർ ആ ഫോട്ടോസും വീഡിയോസൊക്കെ ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അതിമനോഹരമായിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് തെറി പറയും. പക്ഷെ നിങ്ങൾ വിഡ്ഢികളാവുകയാണ് ചെയ്യുന്നത്. അഫ്കോഴ്സ് നിങ്ങൾ വിഡ്ഢികളാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്യാം. ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ഞാനൊരു വീഡിയോ ഞാൻ ഫേസ്ബുക്ക് പേജിലിടുന്നു. ഞാനല്ല, എൻ്റെ സ്റ്റാഫാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. എന്നാൽ ഞാൻ തന്നെ പറയാം, ഞാനൊരു വീഡിയോ, ഒരു 15 മിനിറ്റ് വീഡിയോ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലിടുന്നു. ഫേസ്ബുക്ക് പേജിലിട്ട് ഒരു 1 ലക്ഷം ആൾക്കാർ വീഡിയോ കാണുന്നു. അതിൽ ഏകദേശം ഒരു 500 പേര് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നു. അവർ പൂര തെറിയാണ് പറയുന്നത്. നിനക്ക് നാണം ഉണ്ടാവണം, അങ്ങനെ ഉണ്ടാവണം, ഇങ്ങനെ ഉണ്ടാവണം എന്നൊക്കെ വെച്ചാൽ ഭയങ്കര തെറി പറയുന്നു. ആ വീഡിയോയിൽ തെറി പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് നേടി? നിങ്ങളൊന്നും നേടില്ല. നിങ്ങൾക്ക് ആ കിട്ടുന്നത് നിങ്ങളുടെ ലൈഫിൽ വിലപ്പെട്ട കുറച്ച് സമയം നിങ്ങൾ തെറി പറയാൻ വേണ്ടി ഉപയോഗിച്ചു. അതന്നെ. ഞാൻ എന്ത് നേടി? ഞാൻ അതിലൂടെ പണം ഉണ്ടാക്കുന്നുണ്ട്. എനിക്കൊരു മാസം ഒരു 1.5-2 ലക്ഷം രൂപ എടുത്ത് എനിക്ക് ഫേസ്ബുക്ക് വഴി വരുമാനം വരുന്നുണ്ട്. ഞാൻ ഫേസ്ബുക്ക് ആപ്പ് പോലും ഉപയോഗിക്കാതെയാണ് എനിക്ക് വരുമാനം വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഞാൻ നിങ്ങളോട് ഓപ്പണായിട്ട് പറയുന്നത്, നാളെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പം നിങ്ങൾ ആലോചിക്കണം എന്താണ് സംഭവം എന്നുള്ളത്. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ തെറിയും ഓരോ കമൻറ്റും എനിക്ക് വരുമാനം ഉണ്ടാക്കി തരുന്നുണ്ട്. എനിക്കിത് മാത്രമല്ല, കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കായിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആൾക്കാർക്കായിക്കോട്ടെ, ആരുടെ ഫേസ്ബുക്ക് പേജിലായിക്കോട്ടെ നിങ്ങൾ പോയിട്ട് തെറി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല റീച്ച് കിട്ടും. കാരണം നിങ്ങൾ ഒരു അസഭ്യം പറഞ്ഞാലോ, നിങ്ങൾ നല്ലതിട്ടാലോ കമൻറ്റ് തന്നെയാണ്, റീച്ച് തന്നെയാണ്. അതിലൂടെ അവർക്ക് വരുമാനം വരും. അപ്പോൾ ശരിക്കും നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ വിഡ്ഢികളാവുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങൾ എന്താ പറയുക, മനസ്സിന് പിരിമുറുക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് റിലാക്സ് ആവാൻ വേണ്ടി നിങ്ങൾ ഫേസ്ബുക്ക് എടുക്കുന്നു. നിങ്ങൾ അതിൻ്റെ പിരിമുറുക്കങ്ങളൊക്കെ തീർക്കുന്നത് മറ്റുള്ളവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് തെറി പറഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ സ്വയം ഒരു കഴുതയാവുകയല്ല ചെയ്യുന്നത്. കാരണം എന്താ? നിങ്ങളിലൂടെ അവർ പണം ഉണ്ടാക്കുന്നത്. എൻ്റെ മാത്രം കഥയല്ല, നിങ്ങൾ ഏത് വീഡിയോന് നിങ്ങൾ പോയി തെറി പറഞ്ഞാലും ആ വീഡിയോ റീച്ചാവും, അതിലൂടെ അവർക്ക് പണം കിട്ടും. ആലോചിക്കട്ടോ. നേരെ മറിച്ച് മറ്റൊരു കൂട്ടരുണ്ട് ഫേസ്ബുക്കിൽ നല്ല കമൻറ്റ്സ് മാത്രം ചെയ്യുന്ന ആൾക്കാർ. അവർക്കൊക്കെ സന്തോഷമായിരിക്കും. കാരണം അവർ ആ വീഡിയോ കാണുന്നത് വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും അവർ ആ വീഡിയോ കാണുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവർ ഫോട്ടോ കാണുന്നുണ്ടാവുക. അപ്പോൾ അതിലൂടെ അവർക്ക് നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന പോസിറ്റീവ് എനർജിയാണ് അവർ കമൻറ്റിലൂടെ വളരെ നല്ല കാര്യങ്ങൾ മാത്രം എഴുതിയിട്ട് അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. അതിലൂടെ അവർക്കും പോസിറ്റീവ് കമൻറ്റ്സ് കിട്ടുന്നത്, പോസിറ്റീവ് എനർജി അവർക്ക് കിട്ടുന്നത്. അപ്പോൾ നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി മാത്രം കിട്ടും, വേറെ ഒന്നും കിട്ടില്ല. നിങ്ങൾ വീണ്ടും ഇങ്ങനെ വിഡ്ഢികളായിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ഷനൊക്കെ വരുവാണ്, ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യും. അവരുടെ ഫേസ്ബുക്ക് പേജിലും അവരുടെ അവിടെയും പ്രൊഫൈലും ഒക്കെ ആയിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ ഇടും. നിങ്ങളത് ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. ഇപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ പോട്ടെ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് വെച്ചോ, മല്ലു ട്രാവലർ എന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് ഇഷ്ടമല്ല, മല്ലു ട്രാവലറിൻ്റെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ പേജ് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക. എൻ്റെ പേജ് ബ്ലോക്ക് ചെയ്തിട്ട് എന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്നേക്കുമായി മാറ്റി നിർത്തുക. അപ്പോൾ എന്ത് സംഭവിക്കും? നാളെ നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുമ്പോൾ എൻ്റെ വീഡിയോസ് അവിടെ കാണില്ല. അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവായ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് കാണില്ല. നിങ്ങൾ ഇഷ്ടമുള്ളത് മാത്രം നിങ്ങൾ ഫേസ്ബുക്കിൽ സെലക്ട് ചെയ്യും. രാഷ്ട്രീയ നേതാക്കളോ മത നേതാക്കളോ എന്തോ ആയിക്കോട്ടെ, ഒരു ഫേസ്ബുക്ക് പേജ്, ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ, ഇപ്പോൾ ചാരിറ്റിയുടെ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരാൾ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ ബ്ലോക്ക് ചെയ്തേക്കുക, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. നമ്മളെപ്പോഴും സന്തോഷമായിട്ട് ജീവിക്കണം, അതാണ് നമ്മൾ വേണ്ടത്. നമ്മളല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് ഒരു കാര്യമില്ല. ഇനി ഓക്കെ, നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്തു, ഞാൻ തകരുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ വിജയിച്ചു വന്നു. പക്ഷെ ഞങ്ങളും തകരില്ല. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓൾമോസ്റ്റ് 2 വർഷമായി. 2 വർഷമായിട്ട് ഫുൾ ടൈം ഈ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് തവണ എനിക്കിങ്ങനെ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ എന്നിട്ടും ഡേ ബൈ ഡേ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ കൗണ്ടും കാര്യങ്ങളൊക്കെ കൂടി വരുന്നല്ലാതെ നമ്മൾക്ക് കുറയുന്നില്ല. ഞാൻ പറഞ്ഞു, നമ്മൾക്ക് കൂടി വരുന്നതാണ്, നമുക്ക് സപ്പോർട്ടേഴ്സ് കൂടുന്നുണ്ട്, കുറയുന്നില്ല. പിന്നെ ഞാൻ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് വളരെ കഷ്ടപ്പെട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിലാണ്. യൂട്യൂബിൽ എനിക്ക് നല്ല റെസ്പോൺസ് ഉണ്ട്, നല്ല ഫാമിലി ഓഡിയൻസ് വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ലൈക്ക് അടിക്കുന്നുണ്ട്. അവിടെ മാത്രമേ ഞാൻ ആക്റ്റീവ് ഉള്ളൂ. എൻ്റെ മൊബൈൽ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഈ 2 പ്ലാറ്റ്ഫോം ഞാൻ പേഴ്സണലി ഞാൻ തന്നെ കൈകാര്യം ചെയ്തത്.
പക്ഷേങ്കിൽ ഫേസ്ബുക്ക് ഞാനല്ല. കാരണം ഫേസ്ബുക്കിനോട് എനിക്ക് താല്പര്യമില്ല. ഈ പറഞ്ഞ ഒരു മിഡിൽ ഏജ്ഡ് ആൾക്കാരാണ് അധികം ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്. അവർക്ക് ഇപ്പം നിങ്ങൾ ഈ ഒരു പൊതുസമൂഹത്തിൽ പോയിട്ട് ഒരു 10-20 ആൾക്കാർ ഇവിടെ നിൽക്കുന്നു, നിങ്ങൾ അതിന് നടുവ് പോയിട്ട് നിങ്ങൾ തെറി പറയോ? ഇല്ലല്ലോ. ഫേസ്ബുക്കും അതുപോലെ തന്നെയാണ്. നിങ്ങൾ ആ പ്ലാറ്റ്ഫോമിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ നിങ്ങളുടെ കമൻറ്റ്സ് കാണുന്നുണ്ട്. എത്രയോ പേരുടെ ജോലി പോയി. വിവാദപരമായ കമൻറ്റുകളുടെ ഒരുപാട് ആൾക്കാരുടെ ജോലി പോയി. ഒരുപാട് ആൾക്കാർക്ക് കല്യാണം പോലത്തെ കാര്യങ്ങളൊക്കെ കുളമായിട്ടൊക്കെ ഉണ്ട് ഫേസ്ബുക്കിൽ കമൻറ്റ് വഴി. ഒന്നിരുന്ന് ആലോചിച്ച കേട്ടോ. ഇപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇനി ചിലപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് വരെ ഞാൻ കാണില്ല. ഇതിൽ വരെ നിങ്ങൾ വന്ന് കമൻറ്റ് എന്നെ തെറി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിലൂടെ വരുമാനം വരും. ഞാൻ സുഖസുന്ദരമായി മാസം ഒരു 1-2 ലക്ഷം രൂപ ഞാൻ ഫേസ്ബുക്ക് വഴി ഉണ്ടാക്കിയിട്ട് ആ പൈസ കൊണ്ട് ഞാൻ എൻ്റെ കുടുംബത്തിനോട് അടിച്ചു പൊളിക്കും. ഞാൻ ഹാപ്പിയാണ്. നിങ്ങൾ ഇതുവരെ ഫേസ്ബുക്കിലിട്ട് ഒരു കമൻറ്റ് പോലും എന്നെ എവിടെയും ഏശിയിട്ടില്ല. എന്നെ മാത്രമല്ല, കംപ്ലീറ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, ആർക്കും എവിടെയും തൊടില്ല. കാരണം എല്ലാവരും സേഫ് സോണാണ്. കമൻറ്റ് ബോക്സിൽ അനാവശ്യമായിട്ട് ഇതൊന്നും അറിയാതെ സ്വയം വിഡ്ഢികളാവാതെ നോക്കട്ടോ. ഇത്രയേ പറയാനുള്ളൂ. പിന്നെ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് അതിനെപ്പറ്റി ഒരു നെഗറ്റീവ് എനിക്ക് പറയാനുള്ള കാരണം, പുതിയ തലമുറ ഇപ്പോഴത്തെ യുവാക്കളാണ് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റയിൽ എവിടെയും നിങ്ങൾക്ക് തെറിയോ പൊളിറ്റിക്കോ രാഷ്ട്രീയമോ ഒന്നും കാണാൻ കഴിയില്ല. കാരണം പുതിയ തലമുറയ്ക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. ഒന്നുമില്ലാത്ത കഷ്ടപ്പെടുന്നൊരു പയ്യനാണെങ്കിലും അവൻ വളരെ കഷ്ടപ്പെടുന്ന നല്ല നല്ല ഫോട്ടോസ് എടുത്ത് അവനെ നല്ല കുട്ടിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റയിൽ ട്രൈ ചെയ്യുക. അപ്പോൾ അവനൊരിക്കലും പബ്ലിക്കലി പോയിട്ട് തെറി പറയാൻ നോക്കില്ല. മാക്സിമം അവനെ നല്ല ഫോട്ടോസ്, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല വണ്ടിയുടെ മുമ്പിലൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവന് ഞാൻ നല്ലൊരു പയ്യനാണ് എന്ന് കാണിക്കാനാണ് നോക്കുന്നത്, നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പോലെ. പക്ഷെ ഫേസ്ബുക്കിൽ അങ്ങനെയല്ല. ഞാനൊരു വൃത്തികെട്ടവനാണ് എന്ന് കാണിക്കാനാണ് പലരും കമൻറ്റ് ബോക്സ് ഉപയോഗിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ രസം. അപ്പം ഇൻസ്റ്റയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ 3 പ്ലാറ്റ്ഫോമുകളിൽ. കാരണം ഇൻസ്റ്റ വളരെ ക്ലിയർ ആണ്. അത് പുതിയ തലമുറ, നമ്മൾ യുവാക്കൾക്കറിയാം സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്ന്. പക്ഷേ നമ്മുടെ പഴയ തലമുറയ്ക്ക് ഇപ്പോഴും അറിയില്ല. അവരിപ്പോഴും ഫേസ്ബുക്കിൽ പല മതപണ്ഡിതന്മാർക്കെതിരെയും ഈ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയൊക്കെ ഇങ്ങനെ തെറി പറഞ്ഞ് സ്വയം കഴുതുകളായിക്കൊണ്ടിരിക്കില്ല, ഒരു കാര്യമില്ലാതെ. യൂട്യൂബ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. വീഡിയോ കാണാൻ വേണ്ടി മാത്രം ആൾക്കാർ കാണുന്നൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ സമയം പോകാൻ വേണ്ടി ആൾക്കാർ അത് വീഡിയോ കാണും, അവർ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ ഡിസ്ലൈക്ക് ചെയ്യും. കമൻറ്റ് ചെയ്യാൻ നല്ല കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. ചുരുക്കം ചിലർ മാത്രമേ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നുള്ളൂ. നമുക്ക് നല്ല ഗ്രോത്തും ഉണ്ട്, അടിപൊളിയായിട്ട് നമ്മുടെ ലൈഫ് അതുപോലെ പോകുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഭയങ്കര ജാടയെന്നൊക്കെ തോന്നാം. പക്ഷേങ്കിൽ കുറേ കാലമേ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. കാരണം ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്, എങ്ങനെ എൻ്റെ ഉപ്പയൊക്കെ എന്നോട് പറയും, എൻ്റെ വൈഫിൻ്റെ ഉപ്പയൊക്കെ എന്നോട് പറയും ഫുൾ ചീത്തയാണല്ലോ ഫേസ്ബുക്കിൽ. ഞാൻ പറയും എനിക്കറിയില്ല. എൻ്റെ ചെക്കനോടൊക്കെ പോകുമ്പോൾ പറയും ഷക്കർക്ക് ഫുൾ നെഗറ്റീവ് പറയുന്നത്. ഞാൻ പറഞ്ഞു മൈൻഡ് ചെയ്യണ്ട, അവർ പറഞ്ഞോട്ടെ. ഞങ്ങൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് തമ്മിൽ ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ സംസാരിക്കും, ഞങ്ങളും പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ആരും ഒന്നും മൈൻഡ് ചെയ്യാറില്ല. അനാവശ്യമായിട്ട് തെറി പറഞ്ഞ് ഇങ്ങനെ പറയും, ഞങ്ങൾ അതിലൂടെ പണം ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങളൊരു വിഡ്ഢി ആവരുത്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ എൻ്റെ ചാനൽ ഇപ്പം തന്നെ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ബ്ലോക്ക് ചെയ്യുക, പോവുക. അതുപോലെ നിങ്ങൾക്ക് എന്നെപ്പോലെ തന്നെ മറ്റേതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇപ്പോൾ നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനെ ചില BJP ആവാൻ ഇഷ്ടമില്ലാണ്ടിരിക്കും, BJP കാരനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന് ഇഷ്ടമില്ലാണ്ടിരിക്കും, ഫേസ്ബുക്ക് കോൺഗ്രസ്സുകാരനാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരന് ഇഷ്ടമില്ലാണ്ടിരിക്കും. നിങ്ങൾ അവരുടെ കമൻറ്റ് ബോക്സിൽ പോയി തെറി പറയാതെ ബ്ലോക്ക് ചെയ്തേക്കുക, കലാസ്. അതോടുകൂടി അവരും രക്ഷപ്പെട്ടു, നിങ്ങൾ രക്ഷപ്പെട്ടു. ഓക്കെ, വേറെന്താ പറയുക, ഒരുപാട് നന്ദി കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നതിന്. പിന്നെ എല്ലാം നിങ്ങളോട് ഓപ്പണായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം നിങ്ങളോട് ഓപ്പണായിട്ട് പറഞ്ഞത്. കാരണം ഞങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ നല്ല രീതിയിൽ പണം സമ്പാദിച്ച് നമ്മുടെ ജീവിതമൊക്കെ വളരെ സേഫായിട്ട് വളരെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നിങ്ങളൊക്കെയാണ് ഞങ്ങളുടെ വിജയം. ആസ് എ വ്യൂവേഴ്സ് നിങ്ങളാണ് നമ്മുടെ വിജയം. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്നും അറിയാതെ തെറ്റുകൾ എടുത്തിയാടും അത് പറഞ്ഞ് തിരുത്താനുള്ള ഒരു ബാധ്യത ഉണ്ടെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരും ഒരാളുടെ കമൻറ്റിൽ പോയിട്ടും ദയവ് ചെയ്ത് തെറി പറയരുത്, നെഗറ്റീവ് പറയരുത്. നിങ്ങൾ അവരുടെ ബ്ലോക്ക് ചെയ്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്വയം നിലയിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയം നിങ്ങൾ സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇലക്ഷനൊക്കെ വരുന്നില്ല, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. പിന്നെ വേറെന്താ പറയുക, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. ഇനിയിപ്പം നാളെ നമ്മളിവിടെ കാസർഗോഡേക്ക് പോകുന്നുണ്ട്, മംഗലാപുരം പോകാനുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാനതെല്ലാം വീഡിയോ ആയിട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ. നന്ദി കേട്ടോ, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നല്ല ട്രാവൽ വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.